മാധ്യമങ്ങളിൽ ഇപ്പോൾ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന വയനാട് മുണ്ടക്കൈ സ്കൂൾ LP സ്കൂളിലെ ആ സാലി ടീച്ചർ ആരെന്ന് നിങ്ങൾക്കറിയുമോ? അതെ, ആ സ്കൂളിനെ ഹൃദയത്തിലെത്തിക്കൊണ്ട് ആ കുട്ടികളെ ലാലിച്ചുകൊണ്ടിരുന്ന ആ ടീച്ചർ, മുണ്ടക്കൈ സ്കൂളിലെ LP സ്കൂളിലെ ആ ടീച്ചർ നമ്മുടെ നാട്ടുകാരി, കപ്പാട് ഗവൺമെൻറ് UP സ്കൂൾ 7ാം ക്ലാസ് വരെ പഠിച്ച നമ്മുടെ നാട്ടുകാരിയായ കാളയട്ടിക്കാരിയായ സാലിനി ടീച്ചർ. ആ സാലിനി ടീച്ചറാണ് മുണ്ടക്കയിലെ കുട്ടികളുടെ ഹൃദയസ്പന്ദനമായി മാറിയിരിക്കുന്നത്. വീണ്ടും ആ സ്കൂളിലേക്ക് തിരിച്ചെത്തിയ ടീച്ചറിനെയാണ് നമ്മൾ കാണുന്നത്. മുണ്ടക്കൈ സ്കൂളിലെ പുനർപ്രവേശനോത്സവത്തിനെത്തിയ മന്ത്രി അപ്പൂപ്പന് മുന്നിൽ കുട്ടികൾ ഒരൊറ്റ കാര്യം ആവശ്യപ്പെട്ടു. എന്താണെന്നറിയോ? സ്ഥലം മാറിപ്പോയ തങ്ങളുടെ പ്രിയപ്പെട്ട ശാലിനി ടീച്ചറെ തിരികെ കൊണ്ടുതരണമെന്ന്. ഉടൻ ഇടപെട്ട മന്ത്രി ശിവൻകുട്ടി ആ വാക്ക് പാലിച്ചു. ദുരിതത്തെ തോൽപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആ ടീച്ചറെ നൽകി. നിറകണ്ണുകളോടെ ശാലിനി ടീച്ചർ ഇന്നലെ സ്കൂളുകളിലേക്ക് എത്തി. മനസ്സ് നിറയ്ക്കുന്ന ആ റിപ്പോർട്ടുകൾ. സൈക്കിൾ ഓടിക്കുന്നതാണ് ശാലിനി ടീച്ചർ. മുണ്ടക്കൈ LP സ്കൂളിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപിക. കുട്ടികളുടെ യൂണിഫോം പോലെ വസ്ത്രം ധരിച്ചും ചിരിച്ചും കൂട്ടുകാരെ പോലെയായിരുന്നു അധ്യാപനം തന്നെ. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 2 ആഴ്ച മുമ്പ് ടീച്ചർക്ക് മീനങ്ങാടിയിലെ സ്കൂളിലേക്ക് സ്ഥലം മാറ്റമായി. ദുരന്തത്തിന് മുന്നേ കുട്ടികൾ കരഞ്ഞത് ആ ദിവസമായിരുന്നു. മേപ്പാടിയിൽ പുനർപ്രവേശനോത്സവത്തിനെത്തിയ മന്ത്രിയോട് കുട്ടികൾ ശാലിനി ടീച്ചറെ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അതായിരിക്കുമെന്ന് മനസ്സിലാക്കിയ മന്ത്രി റെക്കോർഡ് വേഗത്തിൽ നടപടിയെടുത്തു. ഇന്നലെ വൈകിട്ടോടെ ടീച്ചർ വീണ്ടും സ്കൂളിലെത്തി. അതെ, ഇതാണ് നമ്മുടെ സ്വന്തം നാട്ടുകാരി സാലിനി ടീച്ചർ, നമ്മുടെ കാളയട്ടിക്കാരി, കപ്പാട് സ്കൂളിന് അഭിമാനമായി മുണ്ടക്കയിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാലിനി ടീച്ചർ. നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ കാളയട്ടി പുരാതനങ്ങളിലൂടെ പുരോഗതിയിലൂടെ ഇന്നത്തെ നിറവിലെന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കാത്തിരിക്കുക, കാണുക, പ്രതീക്ഷിക്കുക, ചെയ്യുക.